നമ്മളെപ്പോഴും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കണം. നമ്മുടെ മക്കൾ, ഭാര്യ, സന്താനങ്ങൾ എല്ലാവരും അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥന നടത്തണം. അതിൻ്റെ കൂടെ മുത്തഖീങ്ങൾ അവർക്ക് ഇമാമായിട്ട്, അവരുടെ നേതാവായിട്ട്, മുത്തഖീങ്ങൾക്ക് മാതൃകയായി കൊണ്ടുള്ള ജീവിതം, അതിനു വേണ്ടിയൊക്കെ നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാനിൻ്റെ 74-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, വല്ലദീന യഖൂലൂന, അവർ പറയുന്നവരാണ്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരെയും സന്താനങ്ങളെയും ഞങ്ങൾക്ക് കൺകുളിർമയാകുന്ന രൂപത്തിലാക്കണമേ. വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ തഖ്വയുള്ള അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് മാതൃകയാക്കണമേ എന്ന് പ്രാർത്ഥന നടത്താറുണ്ട്. അപ്പോൾ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ട പ്രാർത്ഥനയാണിത്. നിസ്കാരത്തിന് ശേഷവും മറ്റ് സമയങ്ങളിലൊക്കെ പ്രാർത്ഥന നടത്തണം. അപ്പോൾ നമ്മുടെ കുടുംബ ബന്ധം നല്ല സുദൃഢമായി കൊണ്ടിരിക്കുന്നതാണ്. മക്കൾ നന്നാവാനും ഒക്കെ ഈ പ്രാർത്ഥന നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.